സെൻസിങ് ഓർഗൻസ്, 5 സെൻസിങ് ഓർഗൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. ആ സെൻസിങ് ഓർഗൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേണമെന്ന് ചോദിച്ചാൽ പറയും വേണ്ട, നോ. ദിസ് സിഗ്നൽ ഹാസ് കം ഫ്രം വെയർ? ഫ്രം ദ ബർത്ത്. നമ്മുടെ കണ്ണും ചെവിയും മൂക്കിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള കണ്ണും ചെവിയും മൂക്കുമാണ് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ വേർഡ് തന്നെ ശരിയല്ല. AI എന്നുള്ള വേർഡ് ആർട്ടിഫിഷ്യൽ. There are only 2 things in the world. One is natural, another is artificial. റോബോട്ട് ഡ്രൈവ് ചെയ്യുന്ന കാർ നമുക്ക് വേണ്ട, കാരണം കോടിക്കണക്കിന് പയ്യന്മാർക്ക് ജോലി ഇല്ലാണ്ടാവും. ഇവിടെ എഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്, എഴുതാനായിട്ടുള്ള ആൾക്കാർ, വായിക്കാൻ ആളില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം, വായനയില്ല. For making this establishment to such a level. ഈ സ്കൂളിന്റെ പേര് മാഡം പറയുന്നത് ഇന്നോവേറ്റീവ് സ്ട്രെസ് ഫ്രീ സ്കൂൾ എന്നാണ് മാഡം പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. ഇറ്റ്സ് എ മിറാക്കിൾ, അത്ഭുതം. അത് എപ്പോഴും മനസ്സിലാകുന്ന ഞങ്ങൾ എഞ്ചിനീയേഴ്സ്, റോക്കറ്റ് ഒക്കെ ഉണ്ടാകുന്ന എഞ്ചിനീയേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ക്രയോ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്രയോ സ്റ്റേജ് അത് ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നും അതിനേക്കാളൊക്കെ എന്ത് കോംപ്ലക്സിറ്റിയാണ്, എന്ത് വലിയ വലിയ കോംപ്ലക്സിറ്റിയാണ് ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഡോക്ടേഴ്സ് നോ ഇറ്റ് വെരി വെൽ, അതിന്റെ കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ നമിച്ചു പോകും, തൊഴുതു പോകും ദ ക്രിയേറ്റർ ഹു ഹാസ് മെയ്ഡ് ഓൾ ദീസ് തിങ്സ്. സയൻസിന്റെ ഡെഫിനിഷൻ കുട്ടികൾ ചോദിച്ചപ്പോൾ ഈയിടെ ഒരു വലിയ മനുഷ്യൻ സയൻസ് കോൺഗ്രസിന് പറഞ്ഞു, കുട്ടികൾ ചോദിച്ചു വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഡെഫിനിഷൻ പറയാനായിട്ട് ബുദ്ധിമുട്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ, സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ. പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പഠനം ആണ്, പരീക്ഷണങ്ങളിൽ കൂടിയും നിരീക്ഷണങ്ങളിൽ കൂടിയുള്ള പഠനമാണ് സയൻസ്. ഇനി സയന്റിഫിക് ടെമ്പർ എന്നൊരു വാക്കുണ്ട്, ശാസ്ത്ര അവബോധം ആണ് പറഞ്ഞത്. ആ വാക്ക് ആദ്യം ഇന്ത്യയിൽ ഉച്ചരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ. ഈ നോട്ട് ഓൺലി എ പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് എ പ്രൈം മിനിസ്റ്റർ. ഇത്രയും സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം കൊടുത്ത ഒരു പ്രധാനമന്ത്രി. ഈ സയന്റിഫിക് ടെമ്പർ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത് 1946 ഇൻഡിപെൻഡൻസ് കിട്ടും, 47 മുമ്പ്. അന്ന് നമ്മുടെ രാജ്യം ഏത് നിലയിലായിരുന്നുള്ള വെച്ചിട്ടാണ് അന്ധവിശ്വാസങ്ങളും അനീതികളും ആചാരങ്ങളും മനുഷ്യബലിയും ഒക്കെ നടന്ന ആ സമയത്തുനിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യത്തെ കുറിച്ച് വെച്ചിട്ടാണ് ആ സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ച ഒരേ ഒരു രാജ്യം, ഭരണഘടനയിൽ ജനങ്ങൾക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, എന്താണ് വേൾഡ് വണ്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കുറെ വണ്ടേഴ്സിന്റെ പറഞ്ഞ് എഴുതി പഠിപ്പിക്കും, ഇന്നതൊക്കെയാണ് വേൾഡ് വണ്ടേഴ്സ് എന്ന് പറയും. ഞാൻ പറയുന്നു കുട്ടികളെടുത്ത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ 5 അത്ഭുതങ്ങൾ മനുഷ്യ ശരീരത്തിൽ തന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ്, സെൻസേഴ്സ്, സെൻസിങ് ഓർഗൻസ്. 5 സെൻസിങ് ഓർഗൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. ആ സെൻസിങ് ഓർഗൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന സമയം തൊട്ട് he or she is acquiring knowledge. അങ്ങനെ കേടുന്ന ഈ എല്ലാ വിവരങ്ങളും ന്യൂറോൺസിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. എസ്പെഷ്യലി ഈ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ജനിച്ച സമയം തൊട്ട് 7 വയസ്സ് വരെയുള്ള സമയത്താണ് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന പീരിയഡ്. ഒരു കുട്ടിയുടെ വളരെ ഫാസ്റ്റായിട്ട് പിക്കപ്പ് ചെയ്യും. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ജനനം തൊട്ട് തുടങ്ങും. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ, ഫ്യൂ മന്ത്സ് ആകുമ്പോഴേ അറിയും. ഈ നോസ് ദ ലാംഗ്വേജ്. 2 കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടർ വിദഗ്ധൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയും ബൈറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണ്, യെസ് ആർ നോ, ഓൺ ആർ ഓഫ്, 0 ആർ 1. ഈ 2 എണ്ണം കൊണ്ടാണ് ഈ കമ്പ്യൂട്ടറിന്റെ കളികളെല്ലാം. കറക്റ്റ്.
എല്ലാം ബിറ്റ്സിലാണ്. ഒന്നീ ഓൺ അല്ലെങ്കിൽ ഓഫ്, ഒന്നല്ലെങ്കിൽ സീറോ. പണ്ടൊക്കെ ഞങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് പഞ്ച് കാർഡ് സിസ്റ്റത്തിൽ കൊണ്ടുപോയി കാർഡിൽ ഓട്ടയിട്ടിട്ടാണ് കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പഞ്ച് കാർഡ് സിസ്റ്റം എന്ന് പറയാം. അന്ന് തുടക്കത്തിൽ 70-ലും 75-80-ലൊക്കെ ഉള്ള കമ്പ്യൂട്ടർ. ഒരു കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾ ഈ ലാംഗ്വേജ് കുട്ടി ജനിച്ചപ്പോഴേ അറിയാം. വേണമെന്ന് ചോദിച്ചാൽ പറയും വേണ്ട, നോ. ദിസ് സിഗ്നൽ ഹാസ് കം ഫ്രം വെയർ? ഫ്രം ദ ബർത്ത്. അത് ഇൻബിൽറ്റ് ആണ്. ആ ഇൻബിൽറ്റ് സിസ്റ്റമാണ് യെസ്, നോ. അതിൽ നിന്നാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നതെല്ലാം. അത് എങ്ങനെ അത് കമ്പ്യൂട്ടറിൽ എത്തിയെന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ജനിച്ചു തൊട്ട് ഈ നേച്ചറിൽ കാണുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ട് ആ വിവരങ്ങൾ മുഴുക്ക ന്യൂറോൺസിൽ ശേഖരിച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അതിനെ റിട്രീവ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. സിമ്പിളായിട്ട് ഇപ്പൊ മുല്ലപ്പൂവും പിച്ചിപ്പൂവും കണ്ടാൽ ഒരുപോലെ ഇരിക്കും കാണാനായിട്ട്. പക്ഷെ നമുക്കത് മണപ്പിച്ച് നോക്കി അപ്പോഴേ മനസ്സിലാവില്ലേ മുല്ലപ്പൂ ഏതാണ് പിച്ചിപ്പൂവാണെന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാകുന്നു? എപ്പോഴെങ്കിലും അച്ഛനോ അമ്മയോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും പറഞ്ഞു കാണും ഇത് മുല്ലപ്പൂവാണ് ഇത് പിച്ചിപ്പൂവാണെന്നുള്ളത് പറഞ്ഞ് നമ്മുടെ തലയിൽ ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ സോ മെനി ഇൻഫർമേഷൻസ് ആർ ഇൻ ദ ന്യൂറോൺസ്. നടക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിന്റെ അടുത്തൂടെ പോകുമ്പോൾ ഓംലെറ്റ് ഉണ്ടാകുന്ന മണം കേട്ടാൽ അപ്പോഴേ പറയില്ലേ ഇത് ഓംലെറ്റ് ആണെന്ന്, ഇമ്മീഡിയറ്റ്ലി പറയും. അല്ലെങ്കിൽ ദോശ എടുത്ത മണം കേട്ടാൽ ദോശയാണെന്ന് പറയില്ലേ. അതെങ്ങനെ? അടുക്കളയിൽ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്ത് പോയപ്പോൾ മണം കേട്ടപ്പോൾ അമ്മേൻ്റെ അടുത്ത് അമ്മ എന്താ ഉണ്ടാകുന്നത് പറഞ്ഞു ഇങ്ങനെ മുട്ട വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാകുന്നത് പറഞ്ഞാണ്. അതവിടെ സ്റ്റോറി. സോ അതേ സ്മെല്ല് പിന്നെ വരുമ്പം വിൽ ബി റിട്രീവ്. ഇതർ ഓൾ ഡൺ വെരി ഫാസ്റ്റ്. റിട്രീവ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ആ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റോർ ചെയ്യുകയും നമ്മൾ റിട്രീവ് ചെയ്യുന്ന ഇതിന്റെ വ്യത്യാസം. ഇനി സെൻസിങ് ഓർഗൻസ് 5 ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ക്രിയേറ്റർ തന്നിരിക്കുന്നത്. ദൈവമൊന്നും പറയാം, പണ്ട് ക്രിയേറ്റർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. സൃഷ്ടാവ് തന്നിരിക്കുന്ന 5 സെൻസിങ് ഓർഗൻസ് ആണ്. ഈ 5 സെൻസിങ് ഓർഗൻസിനും നമ്മൾക്ക് മനുഷ്യർക്ക് തന്നിരിക്കുന്ന സെൻസിങ് ഓർഗൻസ് ആർ നോട്ട് സൂപ്പർ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇതേ സെൻസിങ് ഓർഗൻസ് മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പല സെൻസിങ് ഓർഗൻസും ഈസ് ബെറ്റർ ദാൻ അവേഴ്സ്. എഗ്രി ആർ നോട്ട് എഗ്രി? നമ്മുടെ കണ്ണും ചെവിയും മൂക്കിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള കണ്ണും ചെവിയും മൂക്കുമാണ് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസുകാരെല്ലാം സ്നിഫർ ഡോഗിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ബോംബ് പിടിക്കുന്നതും കള്ള മുതൽ കണ്ടുപിടിക്കുന്നതും പണം പിടിച്ചിട്ടൊക്കെയാണ്. സോ നമ്മളത് അത്ര ഒരു പെർഫെക്റ്റ് അല്ല. സൂക്ഷ്മ ജീവികളെയും സൂക്ഷ്മ സാധനങ്ങളെയും നമുക്ക് കാണാൻ പറ്റില്ല. ചെറിയ വളരെ മൃദുലമായ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ പലതും കൊണ്ട് ഡെഫിഷ്യൻസി ഉണ്ട്. ബട്ട് സൃഷ്ടാവ് ഈ സെൻസിങ് ഓർഗൻസിന് ഉപരിയായിട്ട് വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഇന്റലിജൻസ്. അത് മനുഷ്യന് മാത്രം തന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഇന്റലിജൻസ് തന്നിട്ട് മനസ്സിലാക്കി ഇത് വെച്ചിട്ട് നിന്റെ ഡെഫിഷ്യൻസിക്കെല്ലാം നീ പരിഹാരം കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പരിഹാരമാണ് ഇന്ന് സയന്റിഫിക് ഗ്രോത്ത് ആയിട്ട് നമ്മൾ കാണുന്ന മൈക്രോസ്കോപ്പും ഈ ടെലസ്കോപ്പും ബാക്കിയുള്ള വീലിന്റെ നിർമ്മാണവും ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന വാഹനങ്ങളും അങ്ങനെ എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചതെല്ലാം ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ സയന്റിഫിക് ഗ്രോത്ത് വളർന്ന് ഒരുപാടായി കഴിഞ്ഞ സമയത്ത് ദ ഇൻഫർമേഷൻസ് ഹാവ് ബികം സോ മച്ച് അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ. കണക്കില്ലാത്ത രീതിയിലുള്ള ഡേറ്റയും ഇൻഫർമേഷൻസും വന്നു തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പം വിത്ത് ഇന്റലിജൻസ് മനുഷ്യന് മനസ്സിലായി നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി അത്ര പോരാ. വി ഹാവ് എ ലിമിറ്റേഷൻ ഓഫ് ദി ബ്രെയിനിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അത്ര പോരാന്ന് നമുക്ക് മനസ്സിലാക്കി. 3 ഡെഫിഷ്യൻസിയാണ്. 1 സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. 2 ഈ വരുന്ന ഇൻഫർമേഷൻസ് മുഴുക്ക ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ട്രാക്കുകളിൽ വയ്ക്കുന്ന പോലെ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യാനുള്ള സംവിധാനമില്ല പലപ്പോഴും. അപ്പൊ എന്ത് വരുന്നു? 3ാമത്തെ ഡിഫക്റ്റ്, നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തിരിച്ചു വിളിക്കാനായിട്ട് റിട്രീവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ദ റിട്രീവൽ ഈസ് ഡിഫിക്കൽട്ട്. ഈ 3 ഡെഫിഷ്യൻസി, ഒറിജിനൽ ഇന്റലിജൻസിലുള്ള ബുദ്ധിയിലുള്ള ഈ 3 ഡെഫിഷ്യൻസിയെ റിസോൾവ് ചെയ്യാനാണ് മനുഷ്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്.
ഫാന്റാസ്റ്റിക് സ്റ്റോറേജ് കപ്പാസിറ്റി, അൺലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതിന്റെ വെർഷൻ, കമ്പ്യൂട്ടറിന്റെ വെർഷൻസ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ ഇതിനപ്പുറം ഇനിയൊരു വെർഷൻ തുടങ്ങിയിരിക്കുകയാണ്. ആ അങ്ങനെ വെർഷൻസ് മാറ്റി വരുമ്പോൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആവശ്യമുള്ള പലതരത്തിലുള്ള ഡേറ്റ പല ഫോൾഡറിലാക്കി പല റാക്കിലാക്കി സംവിധാനം ചെയ്തതിലുണ്ട്. ആൻഡ് റിട്രീവൽ ഈസ് സോ ഫാസ്റ്റ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ സംവിധാനം നിലവിൽ വന്നത്. പിന്നെ അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് ആണ് ഈ കഴിഞ്ഞ ഏകദേശം ഒരു 30 വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30-40 വർഷം കമ്പ്യൂട്ടർ ഫീൽഡിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഇൻഫർമേഷൻസ് ഒന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള സിസ്റ്റത്തിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം, ഫസ്റ്റ് ഓഫ് ഓൾ ആ വേർഡ് തന്നെ ശരിയല്ല. AI എന്നുള്ള വേർഡ് ആർട്ടിഫിഷ്യൽ, there are only two things in the world, one is natural, another is artificial. പ്രകൃതിയിലായിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് നിർമ്മിത ബുദ്ധി, മനുഷ്യൻ നിർമ്മിച്ച ബുദ്ധിയാണ്, കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയല്ല. ദാറ്റ് ഈസ് ആൻ ഇന്റലിജൻസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ എക്സ്പെർട്സ് ഫോർ മേക്കിംഗ് യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഫോർ അവർ വർക്ക്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള ജോലികൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ബുദ്ധിയാണ് ഈ പറയുന്ന AI. അല്ലാണ്ട് കമ്പ്യൂട്ടറിന് ഇന്റലിജൻസ് ഇല്ല. കമ്പ്യൂട്ടർ cannot take a decision which has never been taken by the human being earlier. പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ പരിധി ഇപ്പോഴങ്ങ് വർദ്ധിച്ച് കൊണ്ടുപോവുകയാണ്. പണ്ടൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റ എന്തുമാത്രം കൊടുക്കുമോ അതിൽ നിന്നാണ് കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം വീണ്ടും ഓരോ പടി ഉയർത്തിയിട്ട് കമ്പ്യൂട്ടർ ഹാസ് ബീൻ ഗിവൺ ദ പവർ ടു സെർച്ച് ദ ഡേറ്റ ഫ്രം എനിവെയർ. ഈ ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഡേറ്റ സ്റ്റോറേജ് സോഴ്സുകളിൽ പോയി നമ്മളൊരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ട ആവശ്യമുള്ള ഡേറ്റ അത് തന്നെത്താൻ സെർച്ച് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യും. അതിന്റെ കപ്പാസിറ്റി ഹാസ് ഗോൺ വെരി ഹൈ. ഇതെല്ലാം അതിന്റെ പ്ലസ് പോയിന്റ്. അപ്പം നമുക്ക് ഒരു ഫീൽഡിലും കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ആ നിർമ്മിത ബുദ്ധിയെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കുട്ടികളെ ഈ കുഞ്ഞുനാളിലെ തന്നെ ഇതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇനിയൊരു പ്രശ്നമുള്ളത്, ഇപ്പം കുട്ടികൾക്ക് ഒന്നും മെമ്മറൈസ് ചെയ്യണ്ട എന്നൊരു തോന്നലുണ്ട് സ്കൂളുകളിൽ. ഒന്നും മെമ്മറൈസ് ചെയ്യണ്ട. എന്തിനാ? ഗൂഗിളിൽ തപ്പിയാൽ പോരെ, അവിടെ കൊണ്ട് ചോദിക്കുമ്പോൾ അപ്പം ആൻസർ കിട്ടും. എന്തിനും പല ഏറ്റവും ലീഡിങ് രാജ്യങ്ങൾ കാൽക്കുലേറ്റർ വരെ, മൊബൈൽ ഫോൺ മാത്രമല്ല കാൽക്കുലേറ്റർ വരെ സ്കൂളിൽ നിന്ന് മാറ്റി, തൊടാൻ പാടില്ല. ഒരു ഗാഡ്ജറ്റും, ഒരു ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് സ്കൂളുകളിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇതെല്ലാം ചിന്താശക്തിയാണ്, തോട്ട് പ്രോസസ്. അത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ടോട്ടലി ഹനിച്ചു കളയും. എന്തിനാ ചിന്തിക്കുന്നത്, എന്തിനാ ആശയങ്ങൾ വരുന്നത് ഇങ്ങനെ പോകില്ല. അതാണ് ഇതിന്റെ ഒരു മറുവശം. മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ ചിന്തിക്കുകയോ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയോ ചെയ്യാണ്ട് എല്ലാം കമ്പ്യൂട്ടറിനെ വെച്ചിട്ട് കമ്പ്യൂട്ടർ പറയുന്ന ഔട്ട്പുട്ട് മാത്രം നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു ബാഡ് ഹാബിറ്റ് പുതിയ ജനറേഷനിലേക്ക് ഉണ്ടായി. ദാറ്റ്സ് എ വെരി ബാഡ് സിസ്റ്റം. അത് വരാൻ പാടില്ല. ഒരു കാര്യം കൂടി മാഡം പറഞ്ഞ ഈ ഇന്നോവേഷൻ, ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് ഈസ് ഇന്നോവേഷൻ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇത് ഇന്നോവേറ്റീവ് സ്ട്രെസ് ഫ്രീ സ്കൂളാണോ എന്നുള്ളത്. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് ക്രിയേറ്റിവിറ്റി. വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി? നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻഫർമേഷൻ മുഴുക്ക കളക്ട് ചെയ്ത് ന്യൂറോൺസിൽ വെച്ചിട്ട് വി ആർ ബിക്കമിങ് റിച്ച് വിത്ത് അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ. അതാണ് നോളജ്. അങ്ങനെയുള്ള നോളജ് മുഴുക്ക നമ്മൾ സ്റ്റോർ ചെയ്ത് ഇവിടെ വെച്ച് കഴിയുമ്പം ഇഫ് യു വാണ്ട് ടു ടാർഗറ്റ് എ ഗോൾ, എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് ആ ഗോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആശയങ്ങൾ വരണം, പുതിയ ആശയങ്ങൾ. ന്യൂ ഐഡിയാസ് ഷുഡ് കം. ആ ന്യൂ ഐഡിയാസ് വരണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ തോട്ട് പ്രോസസ്. മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ നന്നായിട്ട് നമ്മൾ ആ ടാർഗറ്റ് ഗോൾ വെച്ചും കൊണ്ട് ഒരു ഡിവൈസോ ഒരു പ്രോഡക്റ്റോ ഒരു സിസ്റ്റമോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതോ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതോ ഒരു മോണുമെന്റ് ഉണ്ടാക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ആ പുതിയ ആശയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഈ മെന്റൽ സ്ക്രീനിലുള്ള
ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് വരുമ്പം ന്യൂ ഐഡിയാസ് ആർ ക്രിയേറ്റഡ്. ദാറ്റ് ഈസ് കാൾഡ് ക്രിയേറ്റിവിറ്റി. പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ, ചിന്തയിൽ കൂടി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ ആശയങ്ങളാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ആശയങ്ങൾ പല രൂപത്തിലും ആകാം. ഒരു PhD തിസീസ് ആകാം, ഒരു സർക്യൂട്ട് ആകാം, ഒരു ബിൽഡിംഗ് ഡ്രോയിങ് ആകാം, ഒരു ഡിസൈൻ ആകാം, ഒരു പിക്ചർ ആകാം, ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ ആകാം, ഇങ്ങനെ പലതും ആകാം. അത് കഴിഞ്ഞിട്ട് ഈ ഐഡിയ തുടക്കത്തിലെല്ലാം ഇതൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിരിക്കും. ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ. അതിനെ നമ്മൾ ഫ്രീസ് ചെയ്യണം. ദെൻ ഇറ്റ് ഈസ് കാൾഡ് എ ഫ്രോസൺ സ്റ്റേറ്റ്. അങ്ങനെ ഫ്രീസ് ചെയ്യുമ്പോഴാണ് ഐഡിയ പെർമനന്റ് ആവുന്നത്. റോബോട്ട് ഡ്രൈവ് ചെയ്യുന്ന കാർ നമുക്ക് വേണ്ട, കാരണം കോടിക്കണക്കിന് പയ്യന്മാർക്ക് ജോലി ഇല്ലാണ്ടാവും. കാരണം ആ ഡ്രൈവിംഗ് ജോലി കൊണ്ട് മാത്രം എത്രയോ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് നമ്മളൊരു റോബോട്ടിക് ഡ്രൈവറെ മാത്രം തൽക്കാലം ഉണ്ടാക്കേണ്ട. അതിന് സമയം വരുമ്പോ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിനും കൊടുക്കുന്നതിനും ഇപ്പൊ ഏകദേശം ലക്ഷക്കണക്കിനാണ് ഈ സ്വിഗ്ഗിയിലും ഇതുമായിട്ട് ഫുഡ് കൊടുക്കാനും കുട്ടി ഹോട്ടലിലെ പണിയുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുട്ടികൾ. അതൊന്നും നമുക്ക് വേണ്ട, കാരണം നമുക്ക് ഇഷ്ടം പോലെ മാൻ പവർ ഉണ്ട്. ബട്ട് വി റിക്വയർ ദ റോബോട്ടിക് സിസ്റ്റം ഫോർ സർട്ടൻ വർക്ക്സ് വേർ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അൺഹെൽത്തി ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഡ്രൈനേജ് ക്ലീനിങ്ങിന്റെ വരിക, ഒരു ഫയർ ഫൈറ്റിങ്ങിന്റെ വരുന്ന ഒരു ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട് ചെയ്യുക, ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഫ്ലഡ് വരുന്ന സമയത്തിനടുത്ത് ക്ലിയർ, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഒരുപാട് റോബോട്ടിക് സിസ്റ്റമാണ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ശരിക്കും ഈ മനുഷ്യന്റെ രൂപവും കണ്ണും കയ്യും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ റോബോട്ടിക് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു 1000 സിസ്റ്റം നമ്മൾ വയലിൽ കൃഷി ഇറക്കാനും കൊയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് റോബോട്ടിക് മെഷീൻസ്. റിയലി അതിന് ഈ മൂക്കും ചെവിയും കണ്ണും ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളു. പണ്ടത്തെക്കാൾ എന്തുമാത്രം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കൃഷിയിടങ്ങളിൽ ഇപ്പം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചീപ്പായിട്ട് നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നത്. ദാറ്റ് ഇസ് ദ വേ വി. നമ്മുടെ ആദ്യം ഞാൻ സാറിന് പറയാറുള്ള ഒരു വാക്ക് പറഞ്ഞത് ബി എ പ്രൗഡ് ഇന്ത്യൻ. ബി എ പ്രൗഡ് ഇന്ത്യൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 75 വയസ്സായ എന്നെ പോലെ ഉള്ളവർക്ക് മനസ്സിലാവും ഞാൻ ജനിച്ച സമയത്ത് ഈ രാജ്യത്തിന്റെ ഗതി എന്തായിരുന്നു എന്നുള്ളത്. വെറും റേഷൻ കടയിലെ റേഷൻ കൊണ്ട് മാത്രമാണ് പട്ടിണിയില്ലാണ്ട് ആൾക്കാർ ജീവിക്കുന്നത്. ഒരാഴ്ചയിൽ റേഷൻ മുടങ്ങിയാൽ ആ റേഷൻ എന്ന് പറയുന്നത് അന്യ രാജ്യങ്ങൾ റിച്ചായിട്ടുള്ള ആൾക്കാരുടെ ദാനം കിട്ടുന്ന ഗോതമ്പും പാൽപ്പൊടിയും റവയും ഒക്കെയാണ് ഇവിടെ മേടിച്ച് തിന്നിട്ട് കിടന്നത്. 60കളിലും 70കളിലും ഒക്കെ പോലും ആ രാജ്യമാണ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്കും ആഹാര സാധനങ്ങൾ കയറ്റുമതി അയക്കുന്നത്. റീസെന്റ് ഐ വാസ് വെരി ഹാപ്പി ദിസ് ഇയർ. അമുലിന്റെ പ്രോഡക്ട്സ് അമേരിക്കയിൽ ഇപ്പൊ ഏറ്റവും ഹോട്ട് കേക്ക് കണക്കാണ് അമുലിന്റെ പ്രോഡക്റ്റ് വിൽക്കുന്നത്. ദേവരെ കുത്തകയായിരുന്നു, പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അവർ കുത്തകയായിരുന്നു. അതൊക്കെ മാറിപ്പോയി. സോ അതെല്ലാം സംഭവിച്ചത് ഇറ്റ് ഈസ് നമ്മുടെ അഡ്വാൻസ്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള നമ്മുടെ അഡ്വാൻസ്മെന്റ്, ആൻ എക്സലന്റ് ടീം വർക്ക് വിത്ത്. ഈ റോബോട്ടിക് സിസ്റ്റം വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ആ ഹ്യൂമൻ എലിമെന്റ് പോകരുത്. ഇപ്പം ആ എഴുതാറില്ല, ആൾക്കാർ എഴുതില്ല, വായിക്കാറുമില്ല. ഇവിടെ എഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്, എഴുതാനായിട്ടുള്ള ആൾക്കാർ, വായിക്കാൻ ആളില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. വായനയില്ല. വായന മുഴുക്ക ഇതിലാണ്, ഈ ഫിംഗർ ടച്ചിലുള്ള പരിപാടിയല്ലേ ഉള്ളത്. സാധാരണ ഫോറിനിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ ടൈം ആൾക്കാർ ഉപയോഗിക്കുന്നത് പെൻഡിങ് കേസുകൾ മെസ്സേജ് അയക്കാനും അതിനെ റിപ്ലൈ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം മൊബൈൽ കയ്യിലില്ലാണ്ട് നമുക്കൊരു മിനിറ്റ് ഇരിക്കാൻ പറ്റും. ആ ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ആ ഹ്യൂമൻ എലിമെന്റ് പോകാണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു റിസപ്ഷനിസ്റ്റ്, നല്ല സൗന്ദര്യമുള്ള പ്ലീസിങ് ആയിട്ട് സ്മൈൽ വിറ്റ് ചെയ്ത ഒരു പെൺകുട്ടി റിസപ്ഷനായിട്ട് ഇരുന്നിട്ട് എന്ത് വേണമെന്ന് ചോദിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ഒരു റോബോട്ടിനായിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ലൈക്ക് ഇറ്റ്. ബിക്കോസ് ഐ പ്രിഫർ ദി ഹ്യൂമൻ ടച്ച്. ആ ഹ്യൂമൻ ടച്ചിന് ഒരു പ്രത്യേകതായ അഫക്ഷനും രീതിയുണ്ട്. നമ്മൾ സ്ലോലി അതിൽ നിന്ന് മാറി 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 അത് കുറഞ്ഞ് പോവുകയാണ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫാമിലി റിലേഷൻസ് ഓൾസോ. ആ റിലേഷൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ ഇല്ലാണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് പോവുകയാണ്. അതാണ് പണ്ടത്തെ കണക്കല്ല. ഇപ്പൊ ഡൈവോഴ്സ് ഒക്കെ വളരെ കൂടുതലാണ്. പെട്ടെന്നാണ് കാര്യങ്ങൾ രണ്ടും രണ്ടായി പോകുന്നത്. അങ്ങനെ സംഭവിക്കരുത്. സോ സയൻസ് ഈസ് ഗുഡ്, ഇൻവെൻഷൻസ് ആർ ഗുഡ്,
ഇതിലുള്ള ഒരു മെയിൻ കമ്പോണന്റ് രാജ പറഞ്ഞില്ലത് സെൻസേഴ്സ്. അതാണ് ഈ റോബോട്ടിക്സിന്റെ ഒരു മെയിൻ സാധനം, സെൻസർ. ഞാൻ ആദ്യം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെയുള്ള എത്രയോ സെൻസർ വെച്ചിട്ടാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം വോൾട്ടേജ് ആയിട്ട് കമ്പ്യൂട്ടർ ഔട്ട്പുട്ടായിട്ട് കൊടുത്ത് അതിന്റെ മെമ്മറിയിൽ പോയി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് പറയാൻ കാര്യം, നമ്മുടെ ഈ റോക്കറ്റും സാറ്റലൈറ്റും ഒക്കെ വിടുന്ന സമയത്ത് തൗസൻഡ്സ് സെൻസേഴ്സ് ആണ് അതിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അതാണ് നോക്കി മനസ്സിലാക്കി അപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തിട്ടാണ് പരാജയം സംഭവിക്കാത്ത രീതിയിൽ ഇതിനെല്ലാം പ്രവർത്തിക്കും. തൽക്കാലം ഇത്രയും മതി. സോ യു ഹാവ് ടു റീഡ് കമ്പ്യൂട്ടർ, യു ഹാവ് ടു റീഡ് about the AI systems and etc. But don't get addicted to it. തനതായിട്ടുള്ള ചിന്താശക്തിയും തോട്ട് പ്രോസസ്സും അവനവൻ്റെതായിട്ടുള്ള സർഗാത്മകത, സ്വന്തമായിട്ടുള്ള ആ കഴിവിനെ നമ്മൾ വികസിപ്പിച്ച് കമ്പ്യൂട്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ഓർത്തു വയ്ക്കേണ്ടത് ഓർത്തു വയ്ക്കണം. മെമ്മറൈസ് തിങ്സ്, എസെൻഷ്യൽ തിങ്സ്. താങ്ക് യു.